ഈ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദ്രവിച്ചത് ആരാണോ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രവണത വളരെ നന്നായിട്ട് കുറയും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായാ? ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദ്രവിച്ചത് ആരാണോ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രവണത വളരെ നന്നായിട്ട് കുറയും. വല്ലതും മനസ്സിലായ? ഇതാണ് അവസ്ഥ. ഈ അമ്മച്ചി UDF കാരിയാണ്. ഇതുപോലത്തെ കുറേ ഊള യൂട്യൂബേഴ്സിൻ്റെ കയ്യിലാണ് നമ്മളെ കേരള എന്ന സംസ്ഥാനത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്. പാവങ്ങളുടെ ജീവിതം വെച്ച് പന്താടാൻ നേരത്ത് ഒരു കുഴപ്പമില്ല ആർക്കും, അല്ലെ? കുറച്ച് ദിവസം വന്നിട്ട് മീഡിയാസിന് മുമ്പിൽ കിടന്നിട്ട് ഓളം അടിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് തീരുവല്ലോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഈ അമ്മച്ചിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രശ്നം മാത്രം UDF വിവാദമാക്കുന്നതെന്നും എന്നതിന്റെ മുഴുവൻ കാരണങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്ന വൻകിട ഹോസ്പിറ്റൽ കോർപ്പറേറ്റുകളും ഫാർമ ഹെൽത്ത് കെയർ കമ്പനീസിനെ പറ്റിയും വൻകിട കോർപ്പറേറ്റുകൾക്ക് കേരളയുടെ ജനതയുടെ പണം പ്രൈവറ്റ് ഹോസ്പിറ്റൽ വഴി എത്തിക്കാനുള്ള വഴിയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിന്റെ ബാക്കി നോക്കാം. അതുപോലെ തന്നെ ഈ സർക്കാർ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെല്ലുമ്പോഴത്തേക്കും ഈ ഡോക്ടേഴ്സിന്റെയും ഈ നഴ്സുമാര് പ്രത്യേകിച്ച് പറയണം, അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു വേറെ ലെവല് തന്നെ. അങ്ങനെ ഒരു നേഴ്സ് പെരുമാറിയാൽ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാൽ പോരെ മര്യാദയ്ക്ക് പെരുമാറണമെന്ന്? പ്രശ്നം തീർന്നില്ലേ? അതും മന്ത്രി വീണ ജോർജ് ഒന്ന് പറയണമായിരിക്കും. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നവർ. ഞാൻ ഒരുപാട് കാലങ്ങളായി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ്. ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ചെറിയ കേസൊക്കെ ഒരു വീഡിയോ ആക്കി പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് പരദൂഷണം പറയും പോലെ യൂട്യൂബിൽ വന്നിരുന്ന് പറയാനും അത് കേട്ട് കൈയടിക്കാൻ കുറെ ഊളകളും. ഇതെന്തോന്നും സീരിയലാണ്. LDF സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല, അഴിമതികളും പറയാനില്ല. പിന്നെ ഇതൊക്കെയല്ലേ പറയാൻ പറ്റൂ. മേലാൽ ഈ പാട്ടി പൂച്ച എന്നെങ്ങാനും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയാലുണ്ടല്ലോ എന്റെ തനി കൊണം സാർ കാണും. ഈ അമ്മച്ചിക്ക് കുറച്ച് നേരം മുമ്പ് വീഡിയോ കണ്ടിരുന്നപ്പോൾ അബദ്ധം പറ്റിയല്ലോ. മെഡിക്കൽ നെഗ്ലിജൻസ് അതുപോലത്തെ ഒരു സംഭവം തന്നെയല്ലേ? അതുപോലെ ഇതുപോലെ വിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് പാവങ്ങളുടെ ജീവൻ വെറുതെ അവർക്ക് പന്താടാനായിട്ട് വെറുതെ കൊടുക്കരുത്. ഇതൊരു അപേക്ഷയാണ്. അതിനു മുമ്പ് എന്തുകൊണ്ട് ഇവരുടെ വീഡിയോ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവരുടെ തെറ്റായ ഇൻഫർമേഷൻ വിശ്വസിക്കുന്നുണ്ട്. ഇവരുടെ വീഡിയോസിന്റെ കമന്റ്സ് നോക്കിയാൽ തന്നെ അറിയാം. അതിലൊരു കമന്റ് എന്ന് പറഞ്ഞാൽ വീണ ഈ സട്ടർ വേസ്റ്റ്, ഈ ആരോഗ്യ വകുപ്പായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് അധികാരം കൊടുത്താൽ എങ്ങനെയായിരിക്കും, ഇനി വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക എന്നൊക്കെയാണ് കമന്റുകൾ വന്ന് നടക്കുന്നത്. അങ്ങനെ ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് ആണ്. ഈ സർക്കാരിനെതിരെ നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നേക്കുന്നത്. ഈ തെറ്റായ വാർത്തയൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നതിന് തെളിവാണ് അതെല്ലാം. പക്ഷെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് എന്താണ് ഉപകാരം ഉണ്ടായിരുന്നത്? പീറ്റർ നമ്മളെ പറ്റി തരില്ല. അഭി ദേഖോ ചൂപ്പിസ്ഥാനു. 10 വർഷത്തിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും തകർന്ന സിസ്റ്റങ്ങളായിരുന്നു ഒന്ന് ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, സർക്കാർ സ്കൂളുകൾ, ക്ഷേമ പെൻഷൻ, പൊതുമരാമത്ത് ഇവയൊക്കെ. ഒരു ബെഡിൽ 3-4 പേർ. കാൽപ്പഴുത്ത് കടുത്ത വേദന അനുഭവിക്കുന്ന രോഗി കിടക്കുന്നത് തറയിൽ, കുഷ്ഠരോഗം ബാധിച്ച ഒരാൾ കിടക്കുന്നത് വാർഡിന് പുറത്തെ വരാന്തയിൽ മറ്റുള്ള രോഗികൾക്കൊപ്പം. ഇവർക്കൊക്കെ അറിയാമോ എന്തോ അമീബിക് മസ്തിഷ്ക ജ്വരം, ബ്രെയിൻ ഈറ്റിംഗ് അമീബ. അതിന്റെ കാര്യം എടുത്ത 99% മരണനിരക്കുള്ള ഒരു രോഗമായിരുന്നു അത്. അതിന് 24% കുറച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അത് ചുമ്മാ അങ്ങ് കുറച്ചതല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസും പഠനവും റിസർച്ചും കേരളം മുഴുവൻ ഫാസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് അവയർനെസ്സും കൊടുത്ത് ഹോസ്പിറ്റലുകളിൽ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റും കൊടുത്ത് ആ രോഗത്തെ ഇല്ലാതൊക്കെയായിരുന്നു. ഇത് സൈറ്റുകളിലുള്ള കണക്കുകളാണ്. റെക്കോർഡ് സ്പീഡിലാണ് നമ്മുടെ നാടിനെ ആ വിപത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് കരകയറ്റിയത്. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡുള്ള 350 ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ളത്. സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേരളയിൽ വേറെ എല്ലാ സംസ്ഥാനങ്ങളെയും വെല്ലിക്കൊണ്ട് നമ്മുടെ കേരളയിൽ വികസിപ്പിച്ചു. 746 കോടി രൂപയാണ് കേരള സർക്കാർ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. അവയവ മാറ്റത്തിന് മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായി. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം കേരളയാണ്. ഓരോ വർഷവും 5 ലക്ഷം എന്ന് വെച്ചാൽ 30 ലക്ഷത്തിന് മേലെ മനുഷ്യർക്കാണ് കഴിഞ്ഞ 5 വർഷം കാലയളവിൽ സൗജന്യ ചികിത്സ നൽകിയത്. അതിന് 7000 കോടിയോളം രൂപയാണ് കേരള സർക്കാർ ഉപയോഗിച്ചത്. അതിൻ്റെയൊക്കെ കൃത്യം കണക്കുകൾ സൈറ്റുകളിൽ ഉള്ളതാണ്. അപ്പം പ്രതിപക്ഷവും ഈ അമ്മച്ചിയൊക്കെ പറയും ഇതൊക്കെ ജനങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ 10 വർഷം മുമ്പ് UDF ചെയ്തിട്ടില്ല. അത് അവർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം ഭരിക്കുന്ന BJPയും ചെയ്യുന്നില്ല. UDF ഇനി കയറിയാലും ചെയ്യാനും പോകുന്നില്ല. അതിന് തെളിവാണ് ചൂരൽമലയിൽ വീഡിയോ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് കാശ് മുക്കിയ അഴിമതി നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറെ പോസ്റ്റ് ഇട്ട് കാര്യമില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഒന്നും ചെയ്യാതെ ഒരു സംസ്ഥാനം എങ്ങനെയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്? അതൊന്ന് പറഞ്ഞതാ അമ്മച്ചി. ചുമ്മാ കള്ളത്തരം പറയാനായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഇറങ്ങിക്കോളും. ഈ പ്രക്ഷോഭം നടത്തുന്ന ഫ്രോഡ് ഹിപ്പോക്രേറ്റ് UDFകാർക്ക് ഒരു കണക്ക് കാണിച്ചു തരാം. ജില്ലാ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരുന്ന കാത്ത് ലാബുകൾ UDF കാലത്ത് 0 ആയിരുന്നു. ഇപ്പം LDF കാലത്ത് 12 മാറി. ഡയാലിസിസ് ചെയ്യുന്ന സെന്റേഴ്സ് UDF കാലത്ത് 8 ആയിരുന്നു. ഇപ്പം 107 മാറി. സൗജന്യ ചികിത്സ ശരാശരി ചിലവ് ഓരോ വർഷവും UDF കാലത്ത് 100 മുതൽ 180 കോടിയായിരുന്നു. ഇപ്പോൾ 1500 കോടിയാണ് LDF സർക്കാർ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവജാത ശിശുമരണ നിരക്ക്
നിരക്ക് 6% നിന്ന് 4% മാറി. ശിശുമരണ നിരക്ക് UDF കാലത്ത് 12%, ഇപ്പോൾ 5% കുറഞ്ഞു. മാതൃമരണ നിരക്ക് UDF കാലത്ത് 43 ആയിരുന്നു, അതിന് LDF കാലത്ത് 19 കുറച്ചു. UDF കാലത്ത് OP ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. LDF സർക്കാർ അതിന് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആക്കി. 750 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്ത് ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആക്കി മാറ്റി. 913 ഹോസ്പിറ്റലുകൾ മോഡേണൈസ്ഡ് ആക്കി. 26 താലൂക്ക് ഹോസ്പിറ്റലുകൾ മോഡേണൈസ്ഡ് ആക്കി. ഓൺലൈൻ OP ടിക്കറ്റ് ബുക്കിംഗ് കൊണ്ടുവന്നു. പണ്ട് UDF കാലത്ത് പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ഡേറ്റ എല്ലാം ഡിജിറ്റലാക്കി. ഈ ഹെൽത്ത് സിസ്റ്റംസ് ഇപ്പോൾ 100ഓളം ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് നമ്മുടെ LDF ഭരണകാലത്താണ്. പിണറായി വിജയന്റെ ധൂർത്ത് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ എടുത്തത് നമ്മളെല്ലാവരും വിമർശിച്ച സമയത്ത് ആ ഹെലികോപ്റ്ററാണ് 4 or 5 ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി ഹൃദയം കൊണ്ട് പറന്നു പൊങ്ങി ലക്ഷ്യസ്ഥാനത്തെത്തി രക്ഷപ്പെടുത്തിയത്. ഇതിന്റെയൊക്കെ പുറകിൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൃത്യമായ ഭരണ സംവിധാനത്തിന് ഇത്രയും നല്ലത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ പിണറായി സർക്കാരിനെയും ഹെൽത്ത് മിനിസ്റ്ററിനെയും ഒക്കെ തെറിയ വിഷയം നടത്തുന്നവരെ സമ്മതിക്കണം. ഇത് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളെ സർക്കാരിനെതിരെ തെറി വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിനവർ ആർക്ക് അർഹതയുണ്ട്. ഇതെന്തിനാ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാരിനെ വേട്ടയാടുന്നത്? അപ്പോൾ ഇതിന്റെ പിറകിൽ ഒരു വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. അതാണ് വേണ്ടത്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ ഭരണം അങ്ങനെ ചെയ്തു, ഭരണം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. അതാദ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അയാളും ഞാനും തമ്മിൽ എന്ന പൃഥ്വിരാജിന്റെ സിനിമയിൽ കണ്ടതാണ് ഒരു സീൻ. കലാഭവൻ മണി വന്ന് ഡോക്ടറായ പൃഥ്വിരാജിന്റെ കാലിൽ വീഴുന്നിട്ട് പോലും പൃഥ്വിരാജ് കലാഭവൻ മണിയുടെ മകളെ ചികിത്സിക്കുന്നില്ല, ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്നു. ഇതാണ് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. മനഃപൂർവ്വം ഒരു പേഷ്യന്റിനെ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, അത് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസുകൾ. ഇവിടെ ഡോക്ടറിനെ ന്യായീകരിക്കുന്നതല്ല, ഈ ഡോക്ടർ ഈ സംഭവത്തിന് ശേഷം പ്രതികരിച്ച രീതി വളരെ മോശമായിരുന്നു. ഈ സിനിമയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഡോക്ടറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എവിടെ ഇരിക്കുന്ന ആരോഗ്യമന്ത്രിയല്ല. അപ്പോൾ ജനങ്ങളുടെ വിവരം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മെഡിക്കൽ നെഗ്ലിജൻസ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. അതൊരു ഡോക്ടറോ നേഴ്സോ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പോലും തടയാൻ പറ്റാത്ത സംഭവങ്ങളാണ് മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ. നമ്മുടെ കേരളയിൽ ആ തരം കേസുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിന്റെ കണക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കേണ്ട സമയമായി. ഇനി അതിനെ അധികം അമാദിക്കരുത്. അപ്പോഴല്ലേ ചേച്ചിയുടെ ചാട്ട എങ്ങോട്ടാണെന്ന് മനസ്സിലായത്. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത സാധനത്തിനൊക്കെയാണ് ചേച്ചി വെളുപ്പിക്കാൻ നോക്കുന്നത്. കോടതി ഇയാളെ വെറുതെ വിട്ടതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി ഇതൊന്നും നോക്കാം. കൊലയാളിയും ബലാത്സംഗ കേസിൽ പ്രതിയുമായ കുൽദീപ് സിംഗ് കോടതി വെറുതെ വിട്ട ആളാണ്. കൊലക്കേസ് ബലാത്സംഗ കേസിലെ പ്രതിയായ ആഷാറാമിനെയും രാം റഹീമിനെയും ഒക്കെ കോടതി വെറുതെ വിട്ടതാണ്. എന്തിന് ദിലീപിനെ വരെ? എന്നിട്ട് ജയിലിൽ കിടക്കുന്നത് വെറും പ്രൊട്ടസ്റ്റ് മാത്രം നടത്തിയ ഇന്ത്യയിലെ സയന്റിസ്റ്റായ സോണം വാങ്ചങ്കാണ്. അതാണ് ഇവിടുത്തെ നമ്മളുടെ നിയമം. അതുകൊണ്ട് അത് കളെ. ഇനി ഇത് നോക്ക്, ഈ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഗർഭിണിയാക്കിയതിന്റെ ഫോൺ റെക്കോർഡിംഗ് ആണ്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? ഇതും അഭിനയമാണെന്നായിരിക്കും അവർക്ക് പറയാനുള്ളത്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും ഇയാൾ കാണിച്ച ചേട്ടത്ര എത്രത്തോളം ക്രൂരമാണെന്ന്. എന്നിട്ടും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ സമ്മതിക്കണം. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ട. ഇനി ഇയാളെ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞതും ഇനി പിണറായി സർക്കാർ ചെയ്തതാണെന്ന് പറയൂ. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എത്രയൊക്കെ വിളിപ്പിക്കാൻ നോക്കിയാലും ആ പെൺകുട്ടിയുടെ ശാപവും കണ്ണീരും അതാണ് ഇപ്പൊ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലോട്ട് വരുമ്പോഴത്തേനും ഈ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ, അതായത് കേരളത്തിലെ എല്ലാവരും തന്നെ, അതായത് ഒരു ചെറുപ്പക്കാരും സ്ത്രീകളും പുരുഷന്മാരും, ശരിയാണ്, കേരളത്തിൽ എല്ലാവരും വിളിക്കുന്നുണ്ട് കാട്ടുകഴിയുന്നു. എല്ലാ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട് ഫ്രണ്ട്സ്, അത് അടുത്ത പാർട്ടി പറയാം. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പിണറായി സർക്കാരിന്റെ തലയിലിടാനാണ് അവർ നോക്കുന്നത്. ഉദാഹരണത്തിന് ആലുവ അതിലിന്റെ കേസിൽ അതിൽ വരെ പിണറായി സർക്കാരാണ് കാരണമെന്ന് പറയാനാണ് ചേച്ചിക്ക് ഇഷ്ടം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.